ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു രുചി ഫുഡ്സ്. നമ്മളിന്ന് കുഴക്കട്ടയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. കുഴക്കട്ട തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: 3 ഗ്ലാസ് മട്ടി അരി 8 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകി വെച്ചിരിക്കുകയാണിത്. പിന്നെ 3/4 മുറി നാളികേരം ചിരകിയത്, 1 ടീസ്പൂൺ ജീരകം, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയാണ് വേണ്ടത്. അരി നമുക്ക് ഗ്രൈൻഡറിൽ അരച്ചെടുക്കുക. അതിന് വെള്ളത്തോട് കൂടി തന്നെ, ഇങ്ങനെ അധികം നന്നായിട്ട് ഊറ്റണ്ട, ഈ ഒരു ശകലം വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് ഗ്രൈൻഡറിനകത്തേക്ക് ഇടുക. എന്നിട്ട് ഓൺ ചെയ്യുക. അത് കഴിഞ്ഞ് ബാക്കി അരിയും കൂടി ഇടുക. അരി ഇങ്ങനെ ഊറ്റിയിടണം. നന്നായിട്ട് ഊറ്റണ്ട, ചെറിയ വെള്ളത്തോടു കൂടി തന്നെ ഇടാം. പക്ഷെ അധികം വെള്ളം ആകാൻ പാടില്ല. കട്ടിക്ക് വേണം നമുക്കിത് അരച്ചെടുക്കാൻ. ഉരുട്ടി വെള്ളത്തിൽ ഇടയാണ് വേണ്ടിയത്. അതുകൊണ്ട് നമുക്ക് കട്ടിക്ക് അരച്ചെടുക്കണം. ഗ്രൈൻഡർ നിന്ന് പോകും എന്നുള്ള കണ്ടീഷൻ വരുമ്പോൾ മാത്രം കുറച്ച് വെള്ളം തളിച്ച് കൊടുക്കുക. ഇപ്പം നല്ല ഡ്രൈ ആയിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. ഇനി ഇതിൽ നമുക്ക് എടുത്തു വെച്ചേക്കുന്ന തേങ്ങ ഇടണം. അതിനൊപ്പം ജീരകം, ആവശ്യത്തിന് ഉപ്പ്, വെള്ളമൊന്നും ഇല്ല. അതായത് നല്ല കട്ടിയിൽ ഉരുട്ടിയെടുക്കാൻ പറ്റും. ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് അരച്ചെടുക്കാൻ. തരിയായിട്ടാണ് ഞാനിവിടെ അരച്ചെടുത്തിരിക്കുന്നത്. എന്നാൽ പൊടി അരിയേക്കാളും കുറച്ചും കൂടി അരയും വേണം. ഇത് നൈസാവാൻ പാടില്ല. നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കിനി കുഴക്കട്ട വേവിച്ചെടുക്കാം. അതിന് അത്യാവശ്യം വലിപ്പമുള്ളൊരു പാത്രമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിൻ്റെ പകുതി വെള്ളം വെച്ചിട്ടുണ്ട്. ഈ വെള്ളം തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് മാവ് ഉരുട്ടി ഇടണം. തിളച്ച വെള്ളത്തിലേക്ക് വേണം മാവ് ഉരുട്ടി ഇടാൻ. തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ മാവ് ഉരുട്ടി വയ്ക്കാം. മാവെല്ലാം ഞാൻ ഇവിടെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായി തിളച്ചു. ഇനി ഓരോ ഉരുളയും നമുക്ക് ഇതിനകത്തേക്ക് വെട്ടി തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് വേണം നമുക്ക് ഇടാൻ. ഒരു 20 മിനിറ്റെങ്കിലും വേണ്ടി വരും ഇത് വെന്ത് കിട്ടാൻ. ഓരോന്നും നമുക്ക് ഇതേമാതിരി ഇടുക. മാവെല്ലാം ഉരുട്ടി ഇട്ടതിന് ശേഷം ഈ പാത്രം അടയ്ക്കാൻ പാടില്ല. അടച്ചു കഴിഞ്ഞാൽ എല്ലാം തിളച്ച് തൂക്കി അടുപ്പിലേക്ക് പോകും. 20 മിനിറ്റ് നമുക്ക് ആവശ്യമുണ്ട് ഇത് വെന്ത് കിട്ടാൻ. 10 മിനിറ്റത്തേക്ക് ഇളക്കാനും പാടില്ല. 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഉരുട്ടി ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഒന്നും അടിക്കൊന്നും പിടിച്ചിട്ടില്ല. നമ്മൾ മാവ് നേരത്തെ അരച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് തണുത്ത മാവ് ഇതിനകത്തേക്ക് വെള്ളത്തിനകത്തേക്ക് ഇടുവാണെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ അടുക്കി പിടിക്കാറില്ല. ഇനി ഒരു 10 മിനിറ്റും കൂടി കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. 20 മിനിറ്റ് കഴിഞ്ഞ് ഇത് വെന്തിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മൾ ആദ്യം ഇത് വെള്ളം തിളച്ച ഉടനെ മാവ് ഉരുട്ടി ഇതിനകത്തേക്ക് ഇടുമ്പോഴത്തേക്കും 10 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇത് വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല. അത് ശ്രദ്ധിക്കണം. അത് ലോ ഫ്ലെയിമിലായി കഴിഞ്ഞാൽ കുഴക്കട്ടയെല്ലാം കഞ്ഞി പോലെ ആയി പോകും. നമുക്ക് ഇതേമാതിരി കിട്ടത്തില്ല. ഇതിപ്പോൾ ഉണ്ട്, ഓരോ കുഴക്കട്ടയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഗ്യാസ് വെച്ചിരിക്കണം. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. നന്നായി വെന്തിട്ടുണ്ട്. കുഴക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരെ ഗുഡ് ബൈ.